എല്ലാവർക്കും പ്രിയ കുക്കിംഗ് സ്വാഗതം. നമുക്ക് ഇന്ന് രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കാം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കഴിക്കാനായിട്ട് ഉള്ള നല്ല കോംബോ ഒരു പച്ച ചട്നിയും പിന്നെ ഒരു ഉള്ളിപ്പൊടിയും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് പാലക്കാട് രാമശ്ശേരിയിലുള്ള ഒരു മുത്തശ്ശി പണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണെന്നാണ് പറയണത്. അപ്പോൾ അതിൻ്റെ ഒതൻറ്റിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഇപ്പോഴും അവർ സീക്രട്ട് ആക്കി വെച്ചിരിക്കുകയാണ്, പുറത്ത് വിട്ടിട്ടില്ല. അവർ ഇപ്പോഴും ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് ഈ ഇങ്ങനെ ഒരു ഇഡ്ഡലി. നല്ല സോഫ്റ്റാണ്, പരന്നിട്ടാണ് ഇരിക്കുക, അതിൻ്റെ ഷേപ്പ് അതാണ്. പിന്നെ ഉണ്ടാക്കുന്ന രീതിയൊക്കെ വ്യത്യാസം, ഒരു കലത്തിൻ്റെ മുകളിലൊക്കെയാണ് ഉണ്ടാക്കുക. പക്ഷെ നമുക്കിപ്പോൾ പറ്റുന്ന രീതിയിൽ നമുക്ക് വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കാം അതേ ഷേപ്പിൽ. അപ്പോൾ ഇതിനൊപ്പം കൂട്ടി വയ്ക്കാൻ തമിഴ്നാട് സ്റ്റൈലൊരു ഉള്ളിപ്പൊടിയും ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം ഒരു ചമ്മന്തി, പച്ച ചമ്മന്തിയും കൂടി ഇന്ന് കാണിക്കാം. അപ്പോൾ നല്ലൊരു കോംബോ ആണ്. ഇതെങ്ങനെയാണ് ഇതിലിട്ട് മുകളിൽ ഇതുപോലെ തന്നെ വിതറിയിട്ടാണ് കഴിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇഡ്ഡലിയുടെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് ഇഡ്ഡലി റൈസാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി റൈസ് ആകുമ്പോൾ കുറച്ചും കൂടി നല്ല സോഫ്റ്റ്നെസ് കിട്ടും. പിന്നെ പച്ചരിയുടെ ഒപ്പം ഇത് പൊന്നി റൈസാണ് കേട്ടോ, ബോയിൽഡ് പൊന്നി റൈസാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. സാധാരണ പൊന്നിയല്ല, സെമി ബോയിൽഡ് അല്ലെങ്കിൽ പാർ ബോയിൽഡ് പൊന്നി റൈസ് അല്ലെങ്കിൽ ഇതുപോലെ പൊന്നി ബോയിൽഡ് റൈസ് എന്ന് എഴുതിയിട്ടുണ്ടാവും പാക്കറ്റിൽ. അങ്ങനത്തെ നോക്കി മേടിക്കുക. അപ്പോൾ ഈ ബോയിൽഡ് റൈസ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ ചോറുണ്ടാക്കുമ്പോൾ തന്നെ ഇതുകൊണ്ട് അങ്ങനെയാണല്ലോ, നല്ല പെട്ടെന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടും ബോയിൽഡ് റൈസ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ചപ്പോഴാണ് എനിക്ക് പിന്നെ ഈ റേഷ്യോയും ഈ ഒരു കണക്കിൽ ഉപയോഗിച്ചപ്പോഴാണ് കറക്റ്റ് നല്ല സോഫ്റ്റ്നെസ് ആയിട്ട് കിട്ടിയത്. ആദ്യം ഞാൻ സോന മസൂരി ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ടാക്കി നോക്കി സാധാരണ റൈസ്. പക്ഷെ അതൊന്നും എനിക്ക് സോഫ്റ്റായി വന്നില്ല, നല്ല ഹാർഡാവുക ചെയ്തത്. പിന്നെ ഒന്നാമത് ഇപ്പോൾ തണവുമായി, അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ തീരെയും പൊന്തി വന്നില്ല. അപ്പോൾ ഇത് ഉപയോഗിച്ചപ്പോൾ നന്നായി വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഉഴുന്ന് ചേർക്കണം, 1/4 കപ്പ് തന്നെ കേട്ടോ. അപ്പോൾ ഇതുവരെ എടുത്ത 3 ഇൻഗ്രീഡിയൻറ്റും 1/4 കപ്പ് വീതമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു റേഷ്യോയിൽ തന്നെ ഉണ്ടാക്കിക്കോളാം. അപ്പോഴെനിക്ക് നല്ല സോഫ്റ്റായി കിട്ടിയത്. ഇനിയുള്ള ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് അരയ്ക്കുന്ന സമയത്താണ് ചേർക്കേണ്ടത്. ഉലുവ കൂടി ഈ സമയത്ത് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്തിട്ട്, അപ്പോൾ ഇത് വേറെ വേറെയാണ് നമ്മൾ അരയ്ക്കണത് കേട്ടോ. അപ്പോൾ ഇത്തിരി കൂടി സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേറെ വേറെ അരയ്ക്കണത്. ഞാൻ സാധാരണ ഇപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ വീട്ടിലൊക്കെ ഒന്നിച്ചിട്ടിട്ട് തന്നെ അരയ്ക്കാറ്. അപ്പോൾ ഇത് നമുക്ക് അത് നന്നായി കഴുകിയിട്ട് ഒന്ന് കുതിർക്കാനായി വെക്കണം. ഒരു 6 മണിക്കൂറെങ്കിലും മിനിമം കുതിർക്കാനായിട്ട് വെക്കണം കേട്ടോ. അതും കൂടി ശ്രദ്ധിക്കണം. അപ്പോഴാണ് കുറച്ചും കൂടി നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്തിട്ട് വരുള്ളൂ. അപ്പോൾ ദേ ഇപ്പോൾ ഇവിടെ 6 മണിക്കൂർ, ഞാൻ 6 മണിക്കൂറല്ല, ഞാൻ രാവിലെ 10 മണിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അരയ്ക്കാനായിട്ട്. വൈകുന്നേരം ഒരു 5 മണിയായപ്പോഴാണ് എടുത്ത് അരച്ചത്. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് അരച്ചെടുക്കാം. ആദ്യത്തെ ട്രിപ്പ് അരി അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉഴുന്നിൻ്റെ വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ ഉഴുന്നിന് നമ്മൾ കുതിർക്കാൻ വയ്ക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം അതിലേക്ക് ഒരു 2.5 ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ച് വയ്ക്കാം. എന്നിട്ട് ഇനി ഇതിലേക്ക് 1/4 കപ്പ് അവിലും കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ അതും കൂടെ ചേരുമ്പോഴാണ് നല്ലൊരു സോഫ്റ്റ്നെസ്സും പെട്ടെന്ന് പുളിച്ച് കിട്ടാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. 1/4 കപ്പ്, അപ്പോൾ എല്ലാം 1/4 കപ്പ്. ഈ 4ഉം നമ്മളെടുത്ത പച്ചരികളും ഉഴുന്നും അവലും എല്ലാം 1/4 കപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പമാണ് ഈ ഒരു റേഷ്യോയിൽ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ അതൊന്ന് കഴുകണം കേട്ടോ. അവിൽ ഒരു വട്ടം ഒന്ന് നന്നായിട്ട് കഴുകിയാൽ ഒരു പൊട്ടമണം ഉണ്ടാവും. കഴുകിയിട്ട് അപ്പോൾ തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. കുതിർക്കാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നൈസ് അവലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് അരച്ചെടുക്കുക. ആദ്യം അരിയും അവലും കൂടിയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടുത്തത് ഉഴുന്നും ഉലുവയും കൂടിയിട്ട് ഉള്ള മിക്സ് അതും കൂടെ ഒന്ന് അരച്ചെടുക്കാം. പിന്നെ ഇതുപോലെ മാവ് നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇതുപോലത്തെ പരന്ന പാത്രത്തിൽ വെക്കരുത്. ഞാൻ ഇപ്പോൾ ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോയിലേക്ക് അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. നമ്മൾ കുണ്ടൻ പാത്രം, സ്റ്റീൽ കുഴിയുള്ള നീണ്ട ടൈപ്പ്, അങ്ങനത്തെ ചെറിയ വായവട്ടം കുറവുള്ള എന്നാൽ കുഴിയുള്ള ടൈപ്പ് പാത്രം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, സ്റ്റീലിൻ്റെ. അപ്പോൾ അത് പെട്ടെന്ന് ഫെർമെൻ്റ് ആയിട്ട് വരും. എന്നിട്ട് ഇപ്പോൾ രണ്ടും കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇതുപോലെ കൈ കൊണ്ട് തന്നെ 2 മിനിറ്റോളം നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഉപ്പ് ഇപ്പോൾ ചേർക്കണില്ല കേട്ടോ. അപ്പം ഇനി നാളെ ഇത് അരച്ച് ഫെർമെൻ്റ് ആയി വന്നതിന് ശേഷമാണ് ഇനിയിപ്പോൾ ഉപ്പ് ചേർക്കണുള്ളൂ. ഇനിയിപ്പോൾ അന്നേരം നമുക്ക് ആദ്യം തന്നെ ഉള്ളിപ്പൊടി ഉണ്ടാക്കാം. അപ്പോൾ ഇത് തമിഴ്നാട് സ്റ്റൈൽ റെസിപ്പിയാണ് കേട്ടോ. ഇത് അവരുടെ ഒരു സ്പെഷ്യൽ പൊടിയാണിത്. അപ്പോൾ ഇതിലാദ്യം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അരക്കപ്പ് മുഴുവൻ നിറച്ചില്ല, താഴെ കണ്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ അതിൻ്റെ തൊലിയോട് കൂടിയിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഒന്ന് ആ കട്ടിയുള്ള അതിൻ്റെ പുറന്തോട് മാത്രം ഒന്ന് പൊളിച്ചു കൊടുക്കാം. പിന്നെ ആ ഉള്ളിയുടെ അറ്റഭാഗത്തായിട്ടൊരു കട്ടിയിലൊരു ഇത് നിൽക്കേണ്ട ആ ഭാഗം മാത്രം ഒന്ന് പിടിച്ചിങ്ങോട്ട് അടിയിലേക്ക് വലിച്ചാൽ കിട്ടുന്ന ആ തൊലി മാത്രം ഒന്ന് കളഞ്ഞാൽ മതി. ബാക്കിയുള്ള അടിഭാഗത്തെയൊക്കെ നൈസ് തൊലിയൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ. അതൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇതുപോലെ തന്നെ ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് നന്നായി കഴുകിയതിന് ശേഷം ഇത് കുറേശ്ശെ ഇടിക്കല്ലിലിട്ടിട്ട് ഒന്ന് ഇടിച്ചെടുക്കാം. ഓരോ ഉള്ളിയും ഓരോ ചതവൊന്ന് വന്നാൽ മതി, അത്രയും ഒന്ന് ഇടിച്ചെടുത്താൽ മതി. നമുക്കൊന്ന് ഫ്രൈ ചെയ്യാനാണ്. അപ്പോൾ ഉള്ളി വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ടാണ്, ചെറുതായിട്ടൊന്ന്
കുറേശ്ശെ ഇതുപോലെ ഇട്ടിട്ട് ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം ആദ്യം. എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡ്, നല്ല ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വരുന്ന വരെ ഇതിട്ട് ഫ്രൈ ആയിട്ടെടുക്കാം. അപ്പോൾ ഈ പൊടി നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം കേട്ടോ. 2 ആഴ്ചയോളമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ചിട്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മാറ്റി വെച്ചു. അതിൻ്റെയൊക്കെ ഇനി 1/4 കപ്പ് നാളികേരം ചിരകിയതും 1 ടേബിൾ സ്പൂൺ മല്ലി, മുഴുവൻ മല്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് വറുത്തെടുക്കുക. നല്ല ബ്രൗൺ ഷെയ്ഡ് വന്ന് നല്ലൊരു വറവിൻ്റെ മണമൊക്കെ വരും. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി അതും കൂടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ ഒന്നിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ നാളികേരം നമ്മൾ ഇടുമ്പോൾ അതിലേക്ക് കുറച്ചീശെ എണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കട്ടെ. കാരണം നാളികേരം മുഴുവൻ എണ്ണയും വലിച്ചെടുക്കും. അതിന് ശേഷം പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഉഴുന്നിടുമ്പോൾ. അപ്പോൾ അതാ ഞാൻ 2 എരിവുള്ള വറ്റൽമുളകും പിന്നെ 3 കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ആണ് ഈ ജീരകം 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുക. ഉഴുന്ന് വല്ലാണ്ട് മൂക്കരുത് കേട്ടോ. വല്ലാണ്ട് ബ്രൗൺ ആയ ഉഴുന്നിനൊരു പൊട്ട മണമായിരിക്കും ഉണ്ടാവുക. അത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കോൽപ്പുളി ഒരു ചെറിയ സൈസ്, ഒരു അരിനെല്ലിക്കയുടെ ഒക്കെ വലിപ്പത്തിലുള്ള പുളി മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായം പൊടിയും കൂടെ ചേർത്തിട്ട് ആ തട്ടിലെ ചൂട് മാത്രം മതി കേട്ടോ. പുളിക്കും കായം പൊടിയും ഒന്ന് ഇളക്കി വെച്ചാൽ മതി. അത് ചൂടാറിയതിന് ശേഷം നമുക്ക് ചെറിയ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഈ മുളകും ഈ ഉഴുന്നും കൂടിയിട്ടുള്ള ആ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് അരയാൻ പാടുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ചേർക്കാം. അപ്പോൾ മുളകൊക്കെ ഞാനൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ. അതിന് ശേഷം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് നമ്മുടെ മുഴുവൻ മല്ലിയും നാളികേരം കൂടിയുള്ളത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുക്കുക. വെള്ളം ചേർക്കാതെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എണ്ണ ചാലിച്ചിട്ടോ അങ്ങനെ അല്ലെങ്കിൽ വെള്ളം ചാലിച്ചിട്ടോ ഒക്കെ കഴിക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇത്തിരി തരിതരിപ്പായിട്ട് അങ്ങനെ ചാലിച്ചിട്ടല്ല കഴിക്കണത്. മുക്കിയുടെ കഴിക്കില്ല. അത് മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെയാണ് കഴിക്കണത്. അപ്പോൾ ഇത്തിരി തരിതരിപ്പായിട്ടാണ് ഇതുപോലെ പൊടിച്ചെടുത്തേക്കണം. അപ്പോൾ ഉള്ളിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പച്ച ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഒരു നല്ല വലിയ കൈപ്പിടി മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. തണ്ട് അധികം ഇടാണ്ട് കൂടുതൽ ഇലകളായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയിലയുടെ പാതി അളവിൽ പുതിന ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും തണ്ടില്ലാണ്ട് ഇലകൾ മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർത്തിട്ടുണ്ട്. 1/4 കപ്പ് നാളികേരം, ചെറിയ കഷ്ണം ഇഞ്ചിയും, ഒരു നല്ല എരിവുള്ള പച്ചമുളക് എത്ര എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാനൊരു ചെറിയ സൈസ് ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം വലിയ കൈപ്പിടി തന്നെ ഈ ഇലകൾ എടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് അത്യാവശ്യം ഇതിലേക്ക് അരഞ്ഞു വരുമ്പോൾ ഇത് കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങളുടെ എമൗണ്ട് കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നാളികേരം പൊട്ടുകടലയൊക്കെ കൂട്ടിയിട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ വെള്ളം അരയ്ക്കാനായിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ചെറുനാരങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ കൂടുതൽ എമൗണ്ട് ഉണ്ടാവും ചെയ്യും. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ തൈര് ഇഷ്ടമുള്ളവർ അപ്പോൾ ചെറുനാരങ്ങ ചേർക്കേണ്ട, അതിന് പകരം തൈര് ചേർത്താൽ മതി. അപ്പോൾ അതേ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ചമ്മന്തിയും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇഡ്ഡലി നോക്കാം കേട്ടോ. ഇഡ്ഡലിയുടെ ബാറ്റർ നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതും തണവൊക്കെ ആയിട്ടുണ്ട് രാത്രി. പക്ഷേ നന്നായിട്ട് പുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഇവിടെ ഉണ്ടാക്കണത് തട്ടിലാണ് കേട്ടോ. തട്ടിഡ്ഡലിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയില്ലേ, കള്ളപ്പൊക്കെ ഉണ്ടാക്കിയ ആ ഒരു തട്ടിലാണ് ഉണ്ടാക്കണത്. അതിൽ ഇല ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ശരിക്കും ഇത് ഉണ്ടാക്കണത് അവർ രാമശ്ശേരിയിൽ ചട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു കയറുകൊണ്ട് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു തുണി വിരിക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഇഡ്ഡലി ഒഴിച്ചിട്ട് പിന്നെ നിലയായിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ കയറിൻ്റെ വിരിക്കും. അതിൻ്റെ മുകളിൽ തുണി വിരിക്കും. പിന്നെയും ഇഡ്ഡലി ഒഴിച്ച് കൊടുക്കും. അങ്ങനെ തട്ട് നിലയായിട്ട് അവർ ഒറ്റ ട്രിപ്പിൽ അങ്ങനെ കുറേ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഒന്നും ഇല്ല. കാരണം ഇതിലാണ് ഉണ്ടാക്കണത്. ഇത്തിരി വലിയ പാത്രം കേട്ടോ, വട്ടം കൂടുതലുണ്ട് ഈ പാത്രം. അപ്പോൾ ഞാനന്ന് അതിനനുസരിച്ച് ഒഴിച്ചേക്കണം. അപ്പോൾ ഈ മാവ് ഇത്തിരി കട്ടിയിൽ ഉണ്ടാക്കണം കേട്ടോ. അപ്പോഴാണ് അല്ലെങ്കിൽ ഒഴിക്കുമ്പോൾ അത് ഒലിച്ചു. അപ്പോൾ എൻ്റെ ഇത്തിരി ഒന്ന് വലിയ പാത്രമായ കാരണം ഒന്ന് സൈഡിലേക്കൊക്കെ പരന്നു പോയി. ഇത്തിരി കുഞ്ഞിയ പാത്രം ഉണ്ടെങ്കിൽ ഇത്തിരി കൂടി നല്ല കട്ടിയിൽ അങ്ങനെ ഷേപ്പായിട്ട് നിൽക്കും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട്, എന്നാലും നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലികളാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൽ ആ പച്ച ചട്നി നമ്മൾ മുകളിൽ പരത്തി ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിൽ ആ പൊടിയൊന്ന് തൂവിയിട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ തന്നെ കടിച്ച് കഴിക്കാം. അങ്ങനെ ഒരു വേറെ സ്റ്റൈലിൽ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇഡ്ഡലി വേവിക്കുമ്പോൾ 10 മിനിറ്റ് തന്നെ വേവിച്ചാൽ മതി. പരന്നതായ കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും. അധികം നേരം വേവിക്കാനും പാടില്ല. 10 മിനിറ്റ് കറക്റ്റാണ്. പിന്നെ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.